നമസ്കാരം. നമ്മൾ ഇന്ന് മെറ്റീരിയൽസിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്കറിയാം, എല്ലാ മെറ്റീരിയൽസിന്റെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒരുപോലെയല്ല. ഒരു മാഗ്നറ്റിനെ എടുത്ത് നമ്മളൊരു ഇരുമ്പാണി കൊണ്ടുവന്ന മാഗ്നറ്റ് അതിനെ അട്രാക്ട് ചെയ്യും. അതേസമയം നമ്മളൊരു അലുമിനിയത്തിന്റെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയാൽ അത് അട്രാക്ട് ചെയ്യുന്നില്ല. അതായത് ഓരോ മെറ്റീരിയലിന്റെയും മാഗ്നറ്റിക് ബിഹേവിയർ ഓരോ തരത്തിലാണ്. ചിലത് മാഗ്നറ്റിസത്തിനോട് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും, മറ്റു ചിലത് അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് മെറ്റീരിയൽസിനെ അവയുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മെറ്റീരിയൽസിനെ അവയുടെ മാഗ്നറ്റിക് ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതുപോലെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നിങ്ങനെയാണ്. ഈ വ്യത്യാസത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു മെറ്റീരിയലിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വച്ചാൽ അത് എങ്ങനെയാണ് പെരുമാറുക എന്നതാണ് ഈ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനം. ഇതിന് നമ്മൾ പറഞ്ഞു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ, ഈ മെറ്റീരിയൽസിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ അവ സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യും ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. Ferromagnetic materials, when they are placed in a magnetic field, they will be strongly magnetized in the direction of magnetic field. Magnetic field in the direction വളരെ സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയും. ഇതിന് എക്സാമ്പിൾസ് നമുക്കറിയാം. ഏറ്റവും ഉദാഹരണം നമ്മൾ പറയാറുള്ളത് അയണാണ്. അയൺ, പിന്നെ കൊബാൾട്ട്, സ്റ്റീല്, ഇതെല്ലാം ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. വളരെ എളുപ്പത്തിൽ മാഗ്നറ്റൈസ്ഡ് ആവുന്ന മെറ്റീരിയൽസ് ആണ് ഇവയെല്ലാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്. ഇവിടെ നമ്മളൊരു അയണിന്റെ കഷ്ണത്തിനെ കൊണ്ടുവച്ചാൽ ഇതിന്റെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് വളരെ ഇന്റൻസ് ആയിരിക്കും. പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനേക്കാളും വളരെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. അതായത് ദ മെറ്റീരിയൽ ഈസ് സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, അതിനെ നമ്മൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാണ് പറയുക. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, പേര് പാര എന്നാണെങ്കിലും ആക്ച്വലി ദിസ് ഇസ് നോട്ട് പാര. പാര എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് ഒപ്പോസ് ചെയ്യണേനില്ല നമ്മൾ മലയാളത്തിൽ പാര എന്ന് പറയാം. ഇത് അങ്ങനെ ഒപ്പോസ് ചെയ്യുന്നൊന്നുമില്ല. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, അവയെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് കൊണ്ടുവച്ചാൽ അവ ഫീബ്ലി മാഗ്നറ്റൈസ്ഡ് ആവും. മാഗ്നറ്റിസത്തിനോട് അതിന് എതിർപ്പൊന്നുമില്ല, പക്ഷെ അവ സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റൈസ്ഡ് ആവില്ല. വളരെ ഫീബിൾ ആയിട്ട് അവ മാഗ്നറ്റൈസ്ഡ് ആവും. അത്തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയാം. ഉദാഹരണം അലുമിനിയം, ക്രോമിയം, ലിക്വിഡ് ഓക്സിജൻ, കാൽഷ്യം, ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഇതിപ്പോ ഒരു പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മളൊരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊരു ചേഞ്ച് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പുറത്തുള്ള ഫീൽഡ് പോലെ അതിന്റെ അകത്ത് ഫീൽഡ് ഉണ്ടാവും. ശകലം ഒരു പക്ഷേ കൂടുതൽ ഉണ്ടായേക്കാം, അത്രയും. വളരെ ചെറിയ അളവിൽ മാഗ്നറ്റൈസ്ഡ് ആവുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇവിടെ ശരിക്കും പാര ഡയയാണ്. ഡയയാണ് മാഗ്നറ്റിസത്തെ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് മാഗ്നറ്റിസത്തെ ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാഗ്നറ്റൈസ്ഡ് ആവുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലല്ല, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് മാഗ്നറ്റൈസ്ഡ് ആവുക. അതായത് ഇപ്പൊ പുറത്തു കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ അത്ര തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ല. അതിനെ പുറന്തള്ളാനുള്ള ഒരു ടെൻഡൻസിയാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് കാണിക്കുക. കാര്യമായിട്ട് പുറന്തള്ളാനൊന്നും സാധിക്കില്ല, എന്നാലും വളരെ ഫീബിൾ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് ഒപ്പോസ് ചെയ്യാനാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റൈസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് പറയാം, diamagnetic materials are those which when placed in a magnetic field they feebly magnetized opposite to the applied magnetic field. നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫീബിൾ ആയിട്ട് അവ മാഗ്നറ്റൈസ്ഡ് ആവും. അത്തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡയാമാഗ്നറ്റിക്
മെറ്റീരിയൽസ് എന്ന് പറയാം. എക്സാമ്പിൾസ് നമ്മുടെ സ്വർണം, വെള്ളി, സിങ്ക്, അങ്ങനെ ചില മെറ്റീരിയൽസ്. മെർക്കുറി, വാട്ടർ ഡയാമാഗ്നറ്റിക് ആണ്. ഇവയെല്ലാമാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ ഡെഫിനിഷന്റെ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. Ferromagnetic materials, when they are placed in a magnetic field, they strongly magnetized in the direction of the magnetic field. Paramagnetic material, when placed in a magnetic field, they feebly magnetized in the direction of the magnetic field. And diamagnetic material, they are feebly magnetized but opposite to the direction of magnetic field. ഇവ രണ്ടും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലാണ് മാഗ്നറ്റൈസ്ഡ് ആവുക, പക്ഷേ ഇത് ഓപ്പോസിറ്റ് ടു ദ മാഗ്നറ്റിക് ഫീൽഡാണ് മാഗ്നറ്റൈസ്ഡ് ആവുക. അതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ്. ഇനി നമ്മൾ ഓരോ സ്വഭാവങ്ങൾ എടുത്ത് നോക്കിയാലും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം. ഉദാഹരണത്തിന് നമ്മൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പഠിച്ച മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന ക്വാണ്ടിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇവിടെ സൈ എന്ന് പറയുന്നത് ഒരു ഹൈ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. കൺസിഡറബിൾ ആയ കാര്യപ്പെട്ട വാല്യൂ ഉള്ള ഒരു ഹൈ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കേസിൽ സൈയുടെ വാല്യൂ അത് പോസിറ്റീവ് തന്നെയാണ്, പക്ഷേ സ്മോൾ ആയിരിക്കും. അതായത് 0.1, 0.2 1-നടുത്ത് നിൽക്കുന്ന ഒരു സ്മോൾ പോസിറ്റീവ് വാല്യൂ ആണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കേസിൽ സൈ ഉണ്ടാവുക. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ എത്തുമ്പോഴോ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ എത്തുമ്പോൾ വാല്യൂ സ്മോൾ തന്നെയാണ്, പക്ഷെ അത് നെഗറ്റീവ് ആയിരിക്കും. പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം, ഒരു നെഗറ്റീവ് സ്മോൾ വാല്യൂ ആയിരിക്കും ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് ഉണ്ടായിരിക്കാം. അതായത് ഒരു മെറ്റീരിയലിന്റെ സസെപ്റ്റിബിലിറ്റി സൈ നമുക്ക് അറിയാമെങ്കിൽ ആ മെറ്റീരിയൽ ഏത് ഐറ്റാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് ഫെറോമാഗ്നറ്റിക് ആണോ, പാരാമാഗ്നറ്റിക് ആണോ, ഡയാമാഗ്നറ്റിക് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഹൈ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് ഫെറോമാഗ്നറ്റിക് ആയിരിക്കും, സ്മോൾ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാർക്സ് ടേബിളിലൊക്കെ സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ കാണും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ കണ്ടാൽ തന്നെ ഏത് കാറ്റഗറി ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഇവയുടെ റിലേറ്റീവ് പെർമിയബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, റിലേറ്റീവ് പെർമിയബിലിറ്റി നമുക്കറിയാം 1+i ആണ്. 1+i-യാണ് നമ്മൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കേസിൽ അതൊരു ഹൈ പോസിറ്റീവ് വാല്യൂ തന്നെ ആയിരിക്കും, അല്ലേ? ഇനി ഇവിടെ എത്തുമ്പോഴും 1+i ആണ്. അപ്പൊ നമുക്ക് പറയാം ഇവിടെ µrന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇവിടെയും ഗ്രേറ്റർ ദാൻ 1 ആണ്, പക്ഷെ വലിയ വാല്യൂ ആണ്. ഇവിടെ 1 ഒക്കെ ഉണ്ടാവുള്ളൂ, എന്നാലും ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് µrന് ഉണ്ടായിരിക്കും. ഇപ്പുറത്തെത്തുമ്പോഴും µr 1+i ആണ്. ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും സൈന്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം µr will be less than 1. എല്ലായ്പ്പോഴും µrന്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും if the material is diamagnetic. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. 1-നേക്കാൾ ചെറുതായ വാല്യൂ ആണ് റിലേറ്റീവ് പെർമിയബിലിറ്റിക്ക് ഉള്ളതെങ്കിൽ മെറ്റീരിയൽ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. 1-നേക്കാൾ വലുതായ ഒരു സ്മോൾ വാല്യൂ, 1-നടുത്ത് നിൽക്കുന്ന ഒരു സ്മോൾ വാല്യൂ ആണ് ഉള്ളതെങ്കിൽ അത് ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന് ഹൈ പോസിറ്റീവ് വാല്യൂ ആണ് ഉണ്ടായിരിക്കുക. ദാറ്റ്സ് അബൌട്ട് റിലേറ്റീവ് പെർമിയബിലിറ്റി. അടുത്തത് നമ്മൾ പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് ഫീൽഡ് ലൈൻസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനകത്ത് ഹൈലി കോൺസെൻട്രേറ്റഡ് ഫീൽഡ് ലൈൻസ് ആണ് ഉണ്ടാവുക. ഇതിനകത്തോ പാരാമാഗ്നറ്റിക്കിനകത്തോ കാര്യമായ ഒരു കോൺസെൻട്രേഷൻ ഒന്നും ഉണ്ടാവില്ല, എന്നാലും പുറത്തെ അപേക്ഷിച്ച് ഒരു സ്ലൈറ്റ് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഇപ്പുറത്താണെങ്കിലോ, ഡയാമാഗ്നറ്റിക് ആണെങ്കിലോ, മാഗ്നറ്റിക് ഫീൽഡിനെ പുറത്തേക്ക് തള്ളാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് പുറത്തുള്ളതിനേക്കാളും ശകലം സ്ലൈറ്റ് ആയിട്ട് കുറഞ്ഞ അളവിലാണ് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡെൻസിറ്റി കൊണ്ട് നമ്മളിവയെ തിരിച്ചറിയുന്നത്. ഇനി നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇവയെ കൊണ്ടുവച്ചാൽ ഇവ എങ്ങോട്ട് മൂവ് ചെയ്യും. നമുക്കറിയാം ഒരു അയണിന്റെ കഷ്ണത്തെ ഒരു മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? മാഗ്നറ്റിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. അതായത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അത് മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് പറയാം ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ നോൺ യൂണിഫോം ആയ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ഇറ്റ് മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിംഗ് ഫീൽഡ്.
ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യാം. ഒരു കാന്തത്തിന്റെ അടുത്ത് ഒരു മാഗ്നറ്റ് വെച്ചിട്ട് ഇവിടെ ഒരു ഇരുമ്പാണി കൊണ്ടുവച്ചാൽ ഇവിടുത്തേതിനെ അപേക്ഷിച്ച് കുറഞ്ഞ ഫീൽഡാണ് ഇവിടെ ഉണ്ടാവുക. സോ അത് കൂടിയ ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഇറ്റ് മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ഇൻക്രീസിംഗ് ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യാം. പാരാമാഗ്നറ്റിക്കും അതെ ഇൻക്രീസിംഗ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാം. പക്ഷെ ഇതിൻ്റെതുപോലെ പ്രകടമായ ഒരു ഫോഴ്സ് അതിനെ അനുഭവപ്പെടാത്തത് കൊണ്ട് കുറച്ച് സ്ലൈറ്റ് ആയിരിക്കും. ഡയാമാഗ്നറ്റിക്കോ ഇറ്റ് വിൽ മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് തിരിച്ചാണ് മൂവ് ചെയ്യാം. നോൺ യൂണിഫോം ഫീൽഡിൽ വെച്ചാൽ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഫീൽഡ് ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുക. ഇനി ടെമ്പറേച്ചറിനെ സംബന്ധിച്ചാണ്. നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ അതിന്റെ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടും. എന്നിട്ട് ഈ മെറ്റീരിയൽ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. ഈ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ഒരു പേരുണ്ട്. അതിനെ നമ്മൾ ക്യൂറി പോയിന്റ് TC എന്നാണ് പറയാം. ക്യൂറി പോയിന്റ് എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ വരെ മാത്രമേ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുള്ളൂ. അതിനു മുകളിലേക്ക് നമ്മൾ മെറ്റീരിയലിനെ ചൂടാക്കുകയാണെങ്കിൽ പിന്നീട് അത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. ഓരോ മെറ്റീരിയലിനും ഈ ക്യൂറി പോയിന്റിന്റെ വാല്യൂ ഓരോന്നായിരിക്കും. ക്യൂറി പോയിന്റ് ഒരു ടെമ്പറേച്ചറാണ്. ക്യൂറി പോയിന്റ് എന്നുള്ള പേര് വന്നത് നമുക്കറിയാം. പിയറി ക്യൂറി, വീരി ക്യൂറി കേട്ടിട്ടില്ലേ? അവരുടെ പേരിൽ നിന്ന് തന്നെയാണ് ക്യൂറി പോയിന്റ് വന്നത്. പിയറി ക്യൂറി നടത്തിയ എക്സ്പെരിമെന്റ്സിൽ നിന്നുള്ള ഒരു റിസൾട്ടാണിത്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനപ്പുറം ഫെറോമാഗ്നറ്റിസം എക്സിസ്റ്റ് ചെയ്യില്ല. ക്യൂറി പോയിന്റ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന്റെ അപ്പുറത്തേക്ക് കടന്നാൽ മെറ്റീരിയൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എല്ലാം പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂറി പോയിന്റ് TC. ഇനി പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നാൽ മാഗ്നറ്റൈസേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T എന്ന് പറയാം. മാഗ്നറ്റൈസേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ആണ് നമുക്കറിയാം. മാഗ്നറ്റൈസേഷൻ കുറഞ്ഞു വരും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ മാഗ്നറ്റൈസിംഗ് കപ്പാസിറ്റി കുറഞ്ഞു വരും. ഈ ലോയെ നമ്മൾ വിളിക്കാം ക്യൂറീസ് ലോ എന്നാണ് നമ്മൾ വിളിക്കുക. ഡയാമാഗ്നറ്റിക്കിൽ എത്തുമ്പോൾ അതിന് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഒന്നും കാര്യമായിട്ടില്ല. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ കാര്യമായ ഒരു മാറ്റവും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇൻക്രീസിംഗ് ടെമ്പറേച്ചറിനെ വെച്ച് നോക്കുമ്പോൾ ഡയാമാഗ്നറ്റിസം ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാം. നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ എത്ര ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലും കാര്യമായ ചേഞ്ച് ഒന്നും ഒരു ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ വരാൻ പോകുന്നില്ല. ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ് ഇവിടെ അങ്ങനെയല്ല. ക്യൂറി പോയിന്റ് എത്തുമ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്തോറും അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് യാതൊരു വ്യതിയാനവും അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ കാണിക്കുന്നില്ല. ഇനി ഒരു വ്യത്യാസം നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് സസ്പെൻഡ് ചെയ്തു ഈ മെറ്റീരിയൽസിനെ എന്ന് വിചാരിക്കും. ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ സസ്പെൻഡ് ചെയ്താൽ അത് കുറച്ച് കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെ അലൈൻ ചെയ്യും. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസിൽ എത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെ അത് അലൈൻ ചെയ്യും. എന്നാൽ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ അലൈൻ ചെയ്യാൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ അലൈൻ ചെയ്യുക. അതായത് പൊട്ടൻഷ്യൽ എനർജി 0 വരുന്ന പൊസിഷനിലാണ് ഇത് അലൈൻ ചെയ്യുക, പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇത്രയും വ്യത്യാസങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുക. നമ്മൾ പറഞ്ഞു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ്. എക്സാമ്പിൾസ് പറഞ്ഞു. സസെപ്റ്റിബിലിറ്റി ഒരു ഹൈ വാല്യൂ ആയിരിക്കും. റിലേറ്റീവ് പെർമിയബിലിറ്റി ഹൈ വാല്യൂ ആയിരിക്കും. ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയുന്ന പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ മാത്രമേ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ട് മാറും. പിന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെ അലൈൻ ചെയ്യും. ആൻഡ് ഫോർ എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ
അത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ഫീബിളി മാഗ്നറ്റൈസ്ഡ് ആണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെ അത് ഫീബിളി മാഗ്നറ്റൈസ്ഡ് ആവും. എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. Psi ഒരു സ്മോൾ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. റിലേറ്റീവ് പെർമിയബിലിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും എപ്പോഴും. അതുപോലെ ഇൻക്രീസിങ് ടെമ്പറേച്ചർ അനുസരിച്ച് മാഗ്നറ്റിസം കുറഞ്ഞു വരികയാണ് ചെയ്യുക. ടെമ്പറേച്ചർ കൂടുന്തോറും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കുറഞ്ഞു വരും. ഫ്രീ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് സസ്പെൻഡ് ചെയ്താൽ ഇറ്റ് വിൽ അലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തതായിട്ട് നമ്മൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിലേക്ക് വരികയാണെങ്കിൽ they will be feebly magnetized opposite to the direction of magnetic field. Magnetic field ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവ അലൈൻ ചെയ്യുക. അവയുടെ സസെപ്റ്റിബിലിറ്റി ഒരു സ്മോൾ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അവയുടെ റിലേറ്റീവ് പെർമിയബിലിറ്റി എല്ലായ്പ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. പിന്നെ അവ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിനനുസരിച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ കാര്യമായ വ്യത്യാസങ്ങൾ കാണിക്കുന്നില്ല. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അവയെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ they will align perpendicular to the direction of magnetic field. ഇത്രയും കാര്യങ്ങളാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ച് പറയാനുള്ളത്. മെറ്റീരിയൽസിനെ നമ്മളിങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അവയുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം ഇതിനകത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിനകത്ത് മെറ്റീരിയൽസിന് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് കൊണ്ടിരുന്നാലോ? നമ്മൾ കേട്ടിട്ടുണ്ടാവും വളരെ ചെറിയ ടെമ്പറേച്ചറിലേക്ക് മെറ്റീരിയൽസിനെ നമ്മൾ താഴ്ത്തിക്കഴിഞ്ഞാൽ അവയുടെ സ്വഭാവങ്ങളിൽ പല വ്യതിയാനങ്ങളും വരും അല്ലേ? അങ്ങനെ വളരെ ചെറിയ 4 കെൽവിൻ 3 കെൽവിൻ എന്നൊക്കെ പറയുന്ന അബ്സല്യൂട്ട് സീറോയുടെ അടുത്ത ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മെറ്റൽസ് അവ സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിട്ട് മാറും. ചില മെറ്റൽസ്, എല്ലാതുമല്ല, ചിലത് സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിട്ട് മാറും. സൂപ്പർ കണ്ടക്ടേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഗതിയെ ഉണ്ടായിരിക്കില്ല. റെസിസ്റ്റൻസേ ഇല്ലാതെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന ആ അവസ്ഥയിലേക്ക് അവ എത്തും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ റെസിസ്റ്റൻസ് സീറോ ആവുന്നതിനോടൊപ്പം ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടി അവിടെ സംഭവിക്കും. അതെന്താണെന്ന് വെച്ചാൽ സൂപ്പർ കണ്ടക്ടേഴ്സിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇതൊരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർ കണ്ടക്ടറിന്റെ ഉള്ളിൽ ഒറ്റ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പോലും ഉണ്ടായിരിക്കില്ല. മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈനെയും ഇത് എക്സ്പെൽ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ പുറന്തള്ളാൻ ശ്രമിക്കുന്നത് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരു സാധാരണ ഡയാമാഗ്നറ്റിന് കംപ്ലീറ്റ് ആയിട്ട് പുറന്തള്ളാനൊന്നും പറ്റില്ല. ചെറുതായിട്ടൊന്ന് കോൺസെൻട്രേഷൻ കുറയ്ക്കാനേ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ സൂപ്പർ കണ്ടക്ടർ വി കാൻ സീ കംപ്ലീറ്റ് എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പരിപൂർണമായിട്ട് അത് പുറന്തള്ളിയിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രത്യേകതയെയാണ് നമ്മൾ മീസ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. മേസ്നർ എഫക്റ്റ്. മേസ്നർ എഫക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മെറ്റീരിയലും അല്ല, ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സ് ദ കംപ്ലീറ്റ് എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ ദ കംപ്ലീറ്റ് ഡയാമാഗ്നറ്റിസം ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സ് ഈസ് നോൺ ആസ് മീസ്നർ എഫക്റ്റ്. സൂപ്പർ കണ്ടക്ടറായി മാറിക്കഴിഞ്ഞാൽ മാത്രം കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. കംപ്ലീറ്റ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ എക്സ്പെൽ ചെയ്യും. ഇനി ഇതിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എക്സ്പെൽ ചെയ്താലത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മാഗ്നറ്റ്സിനെ റിപ്പൽ ചെയ്യും. മാഗ്നറ്റ്സിനെ റിപ്പൽ ചെയ്യും ആൻഡ് ദേ ആർ റിപ്പൽഡ് ബൈ ദ മാഗ്നറ്റ്. ഇവ സൂപ്പർ കണ്ടക്ടേഴ്സ് മാഗ്നറ്റ്സിനെ റിപ്പൽ ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ മാഗ്നറ്റിനാൽ റിപ്പൽ ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. ഇത് ഒരുപാട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ സർവീസിലും ഒക്കെ ഇത് ഉപയോഗപ്പെടുത്താം. അവിടെ മാത്രമല്ല പല ഏരിയയിലും ഈ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഈ പ്രത്യേകത മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് പറയുന്നത്. സാധാരണ ഇതിൽ ഒരു മാഗ്നറ്റിനെ, ഒരു വസ്തുവിനെ മാഗ്നറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കാം അട്രാക്ഷൻ പ്രോപ്പർട്ടി അല്ല, മറിച്ച് റിപ്പൽഷൻ പ്രോപ്പർട്ടിയാണ്. ഒരു സാധനം നമുക്ക് കിട്ടി, ഒരു മാഗ്നറ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഒരു വസ്തു നമുക്ക് കിട്ടി, അത് മാഗ്നറ്റ് ആണോ എന്നറിയാം. ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നവരെ അട്രാക്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് നമുക്കത് മാഗ്നറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അട്രാക്ട് ചെയ്യുന്നത് ഇപ്പോൾ അയൺ മാഗ്നറ്റ് അല്ലെങ്കിലും അതിനെ അട്രാക്ട് ചെയ്യും. പക്ഷെ റിപ്പൽഷൻ കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം അത് മാഗ്നറ്റ് ആണ്. അപ്പൊ അങ്ങനെ റിപ്പൽഷൻ ആണ് പൊതുവെ നമ്മൾ മാഗ്നറ്റിനെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേകതയായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ കേസിലെത്തുമ്പോൾ കംപ്ലീറ്റ് ഡയാമാഗ്നറ്റിസം ആണെങ്കിലും അത് പക്ഷെ കാണിക്കുന്നത് എന്താണ്? റിപ്പൽഷനാണ്. മാഗ്നറ്റിനെ റിപ്പൽ ചെയ്യും, മാഗ്നറ്റിനാൽ റിപ്പൽ ചെയ്യപ്പെടും. സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ സവിശേഷതകളാണ്. ക്രയോജനിക്സിൽ കൂടുതൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുന്നുണ്ട്. ഇതിലൊക്കെ കൂടുതൽ ഉപയോഗപ്രദമായ കാര്യങ്ങൾ ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വീണ്ടും കൂടുതൽ
കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവേണ്ട ഒരു ഏരിയ കൂടിയാണ്. നിങ്ങൾ ചേർക്കെങ്കിലും അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.